കുടുംബത്തെ ഒരു നോക്ക് കണ്ട് യാത്ര പറഞ്ഞിറങ്ങിയ ആ മടക്കം മരണത്തിലേക്കായിരുന്നു. വെടിക്കെട്ട് അപകടത്തിൽ ജീവൻ നഷ്ടമായ തൃത്താല സ്വദേശി വാസുദേവന് ഗ്രാമം കണ്ണീരോടെ വിട നൽകി. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് വെടിക്കെട്ടുപുരയിലെ വൻസ്ഫോടനത്തിൽ പൊലിഞ്ഞത് ഒരു നാടിന്റെ പ്രിയപ്പെട്ടവനും ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച തൃത്താല കുമരനെല്ലൂർ കൊടിക്കാംകുന്ന് സ്വദേശി മാടിപ്പുറത്ത് വാസുദേവന്റെ വിയോഗം നാടിന് തീരാ നോവായി മാറി. വെടിക്കെട്ട് സീസണായതിനാൽ വിശ്രമമില്ലാത്ത ജോലിയിലായിരുന്നു വാസുദേവൻ. തിരക്കുകൾക്കിടയിലും കുടുംബത്തെ ഒന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം വീട്ടിലേക്ക് ഓടിയെത്തിയത്. ഭാര്യയോടും മക്കളോടുമൊപ്പം അല്പസമയം ചിലവഴിച്ച് സ്നേഹത്തോടെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അതൊരു നിത്യയാത്രയാകുമെന്ന് ആരും കരുതിയില്ല. അപകടം നടന്ന അന്ന് രാവിലെയാണ് അദ്ദേഹം തൃശൂരിലെ ജോലിസ്ഥലത്തേക്ക് തിരിച്ചുപോയത്. എന്നാൽ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നുവെന്ന് മാത്രം. ജോലിയിൽ പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെ വൈകുന്നേരത്തോടെ വെടിക്കെട്ട് അപകടത്തിന്റെ രൂപത്തിൽ അദ്ദേഹത്തെ തേടി മരണമെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്ത് നടന്ന പൊതുദർശനവേളയിൽ വാസുദേവന്റെ ഭാര്യ സനിതയുടെ അലമുറയിട്ടുള്ള കരച്ചിൽ കണ്ടുനിന്നവരുടെയെല്ലാം ഉള്ളുവലിക്കുന്നതായിരുന്നു. എനിക്കും മക്കൾക്കും ഇനി ആരുണ്ട് എന്ന അവരുടെ വിലാപം കേട്ട് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയ നൂറുകണക്കിന് നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയുമെല്ലാം കണ്ണുകൾ ഈറനണിഞ്ഞു. മക്കളായ അശ്വിൻ ദേവനും അനുശ്രീക്കും അച്ഛന്റെ സ്നേഹനിധിയായ സാന്നിധ്യം ഇനി ഒരു ഓർമ്മ മാത്രമാണ്. രാവിലെ 10:30 വീട്ടുമുറ്റത്തെ ശുശ്രൂഷകൾക്ക് ശേഷം 11 മണിയോടെ പൊന്നാനി ഈശ്വരമംഗലത്ത് മൃതദേഹം സംസ്കരിച്ചു. ഒടുവിൽ കണ്ടപ്പോൾ പറഞ്ഞ വാക്കുകളും പങ്കുവച്ച ചിരിയുമായി വാസുദേവൻ ഇനി ഒരിക്കലും മടങ്ങിവരാത്ത യാത്രയിലേക്കാണ് നടന്നു മറഞ്ഞത്. ഒരു നാട് മുഴുവൻ പ്രാർത്ഥനയോടെയും കണ്ണീരോടെയും അദ്ദേഹത്തിന് വിട നൽകി.